ഹലോ, ഞാൻ ഡോക്ടർ ആഷ്ന. ഡോക്ടർ ആഷ്നസ് വെൽനസ് ക്ലിനിക്, കൂത്തുപറമ്പ, പിലാത്തറ. നമ്മളെല്ലാവരും വളരെയധികം നമ്മുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ്, നമ്മുടെ ലുക്കിൽ വളരെയധികം കൺസേൺ ആവുന്നവരാണ്. നമ്മൾ മുഖത്തൊരു പിമ്പിൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ പോലും നമ്മൾ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആയി പോകും. അത് മാത്രമല്ല, നമ്മളാണെങ്കിൽ ഇപ്പൊ നമ്മൾ സെലിബ്രിറ്റീസിന്റെ ലുക്കുമായിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ അപ്പിയറൻസിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഒരു പിമ്പിൾ വരുമ്പോൾ നമ്മൾ ആകെപ്പാടെ ടെൻഷനായി, ആ ടെൻഷന്റെ പുറമെ നമുക്ക് എന്താവും, കുരു ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഈ മുഖക്കുരു ഉണ്ടാവാനുള്ള കാരണങ്ങള്, മുഖക്കുരു മാറാൻ എന്തൊക്കെ റെമഡീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, ഇതിനെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും ഏതൊരു അസുഖത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു കാരണമുണ്ട്. അപ്പൊ ആ പ്രത്യേകം അസുഖം മാറാൻ വേണ്ടിയിട്ട് അതിന്റെ റൂട്ട് കോസിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കുക, അത് മനസ്സിലാക്കി എടുക്കുക. ആ റൂട്ട് കോസ് വെച്ച് നമ്മൾ അത് ട്രീറ്റ് ചെയ്തിട്ട് അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുവാണെങ്കിൽ ആ പ്രത്യേകം അസുഖത്തെ നമുക്ക് എന്ത് ചെയ്യാം, റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് മുഖക്കുരു വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ മുഖക്കുരു വരാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള കാരണങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ കാരണങ്ങൾ നോക്കാതെ എപ്പോഴും എക്സ്റ്റേണലി മാത്രം നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്ത് അത് നമുക്ക് പിന്നെയും വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് മറ്റ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന മുഖക്കുരുവിന് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ മാത്രം എപ്പോഴും സപ്പോർട്ടീവ് ആയിട്ട് വരില്ല. നമ്മൾ ഫേസ് പാക്ക് ഇടുന്നു, ഫേസ് സീറം ഉപയോഗിക്കുന്നു, മോയ്സ്ചർ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും റൊട്ടീൻ ബേസ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നവരാണ്. എങ്കിലും നമ്മളെ പിമ്പിൾസ് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് വല്ലാതെ ചുവന്ന് തടിച്ച് അതിൽ നിന്ന് പഴുപ്പ് വരും. ചിലവർക്കാണെങ്കിൽ ഉള്ളിന്ന് അകത്തുനിന്ന് പുറത്തോട്ടേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന കുരുവായിരിക്കും, പക്ഷെ പുറത്ത് ഇങ്ങനെ പഴുപ്പായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിരിക്കും ചിലർക്കൊക്കെ. പിന്നെ ചിലർക്ക് ഈ മുഖക്കുരു വളരെയധികം മുഖത്ത് സ്പ്രെഡായി പിന്നെ ഓപ്പൺ പോഴ്സ് വളരെയധികം വിസിബിൾ ആയിട്ട് മുഖത്ത് കാണുന്ന അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ നമ്മൾ മുഖക്കുരു വന്നു കഴിഞ്ഞാൽ പോലും നമ്മളത് ട്രീറ്റ് ചെയ്യുമ്പോഴേ, അതിന്റെ കാരണത്തിനെ കണ്ടെത്തി ട്രീറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് നല്ല രീതിയിൽ മുഖത്തെ നമുക്ക് ക്ലീൻ ആക്കി നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ കേട്ട് കാണും ആക്നെ, അതുപോലെ പിമ്പിൾ. പക്ഷെ ഇത് രണ്ടും ഒന്നാണ് എന്നാണ് എല്ലാവരും ചിന്തിക്കാറുള്ളത്. പക്ഷെ ആക്നെ അത് വേറെയാണ്, പിമ്പിൾ അത് വേറെയാണ്. ആക്നെ എന്ന് പറയുന്നത് ഒരു ഡിസീസ് ആണ്, പിമ്പിൾ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സിംറ്റം ആണ്. അപ്പൊ ഇതിന് ആക്നെ വൾഗാരിസ് എന്ന് പറയും മെഡിക്കലി. ഈ ആക്നെ വൾഗാരിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എഫക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ഹെയർ ഫോളിക്കിളിനെയും അതുപോലെ ഓയിൽ ഗ്ലാൻഡിനെയാണ് എഫക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് എന്ന് പറയുന്നത് സെബം അല്ലെങ്കിൽ നമ്മളെ സ്കിന്നിലുള്ള ഓയിൽ, അതുപോലെ സ്കിന്നിൽ കാണപ്പെടുന്ന ഡെഡ് സെൽസ്, ഇത് രണ്ടും കൂടി എന്ത് ചെയ്യും, നമ്മളെ ഹെയർ ഫോളിക്കിൾസിൽ വന്നിട്ട് പ്ലഗ് ചെയ്യും. അപ്പൊ ഇത് അവിടെ ഇങ്ങനെ പ്ലഗ് ചെയ്ത് നിന്ന് കഴിഞ്ഞാല് ഇതിലേക്ക് എന്താവും, ബാക്ടീരിയസ് വന്നിട്ട് അടിഞ്ഞുകൂടും. ഇതിനെയാണ് ആക്നെ വൾഗാരിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കാരണം എന്തുണ്ടാവും, ഈ ഹെയർ ഫോളിക്കിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്ക് ഉണ്ടാവാൻ തുടങ്ങും. അതുപോലെ റെഡ്നെസ്, നമ്മൾ കാണില്ല ഇങ്ങനെ ചുവന്നിരിക്കുന്ന പിമ്പിൾസ്. അപ്പൊ ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ ചുവന്ന് അതുപോലെ വീങ്ങിയിരിക്കുന്ന പിമ്പിൾസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മള് ആക്നെ വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ പിമ്പിൾസ് നമുക്ക് വന്നു കഴിഞ്ഞാല് നമ്മൾ ഈ മുഖക്കുരു മാറ്റുന്നതിന് മുന്നേ ആയിട്ട് ഇത് എന്ത് കൊണ്ടാണ് നമുക്ക് വരുന്നത് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ ഈ മുഖക്കുരു വരാൻ കുറച്ച് കാരണങ്ങൾ എന്ന് പറയുന്നത്, അതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ന്യൂട്രീഷൻ ആണ്. നമ്മളെ സ്കിന്നിന് ആവശ്യമുള്ള ന്യൂട്രീഷൻ നമ്മളത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ സ്കിന്നിലുള്ള കൊളാജൻ എന്നുള്ള ഒരു പ്രോട്ടീൻ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആവാൻ തുടങ്ങും. അപ്പൊ അത് കാരണം നമ്മളെ സ്കിന്ന് എക്സ്ട്രാ ഡ്രൈ ആവാൻ തുടങ്ങും, അല്ലെങ്കിൽ സ്കിന്നിൽ എക്സസ് ആയിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അത് കാരണം നമുക്ക് മുഖക്കുരു വളരെ ഈസി ആയിട്ട് വരാൻ തുടങ്ങും. മറ്റൊന്ന് സൈനസ് ആണ്. അതായത് നമ്മുടെ ഫേസിൽ കുറച്ച് എംപ്റ്റി ആയിട്ടുള്ള സ്പേസ് ഉണ്ട്, അതിനെയാണ് സൈനസ് എന്ന് പറയുന്നത്. ഈ ഭാഗത്തായിട്ടും അതുപോലെ ഈ ഭാഗത്തായിട്ടും ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് സൈനസ് ഉണ്ട്. അപ്പൊ ഈ സൈനസിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മറ്റു പല ഇൻഫെക്ഷൻസോ വന്നായിട്ടുണ്ടെങ്കിൽ അത് കാരണം നമ്മളത് മുഖത്ത് കൃത്യമായിട്ട് അത് അപ്പിയർ ആകും. അത് പിമ്പിൾസ് ആയിട്ട് വരും, മുഖം വീങ്ങി നമുക്ക് റെഡ്നെസ് പോലെയുള്ള കണ്ടീഷനായിട്ട് മുഖത്ത് പാടുകളൊക്കെ വരും. പിന്നെ നമ്മൾ ഒട്ടും കെയർ ചെയ്യാത്ത ഒരു കാര്യമാണ് നമ്മളെ ഭക്ഷണ ക്രമീകരണങ്ങള്. അതായത് ജങ്ക് ഫുഡ്സും കാര്യങ്ങളും നമ്മൾ
കൂടുതലായിട്ട് യൂസ് ചെയ്യുക. കൂടുതലും വൈറ്റമിനൈസ്ഡും മിനറലൈസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് പാക്കറ്റിൽ ഇപ്പൊ കുറേ അവൈലബിൾ ഉണ്ട്. ഈ ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒട്ടും ഹെൽത്തി അല്ലാത്തൊരു ഭക്ഷണമാണ്. അത് നമ്മുടെ വയറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് കൂടുതലായിട്ടും ശരീരത്തിൽ ഡാമേജ് ക്രിയേറ്റ് ചെയ്യും. അത് എല്ലാ രീതിയിലും, അത് സ്കിന്നിലായാലും അത് നമ്മളെ ഹെയറിലായാലും വയറിന്റെ ഡൈജഷൻ ആയാലും എല്ലാ രീതിയിലും എഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങൾ കൂടുതൽ കഴിക്കുന്നുണ്ട്. പിന്നെ കാർബണേറ്റഡ് ആയിട്ടുള്ള ചില ഡ്രിങ്ക്സ്, കൊക്കക്കോള, 7up പോലുള്ള ഡ്രിങ്ക്സ് ഒക്കെ നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു റീസൺ ഒക്കെ കാരണം സ്കിന്നിന് കൂടുതൽ ഡാമേജ് ആവുകയും പിമ്പിൾസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. പിന്നെ നമ്മൾ ഒട്ടും ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. നമ്മൾ കൃത്യമായി നമ്മളിപ്പോൾ രാവിലെ പുറത്തേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ നല്ലൊരു ക്ലെൻസിങ് വെച്ചിട്ട് നമ്മൾ മുഖം കഴുകിയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ കിടക്കുന്ന ഡെഡ് സ്കിന്ന് അവിടെ നിൽക്കുകയും അത് നമ്മളെ പോഴ്സിൽ അടിഞ്ഞുകൂടി നമുക്ക് അത് കാരണം മുഖക്കുരു വരാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും നമ്മളെ മുഖം നല്ല രീതിയിൽ നമ്മൾ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. മുഖം വാഷ് ചെയ്യുന്ന ടൈമിൽ നല്ല നോർമൽ വാട്ടറിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ സ്കിന്നൊക്കെ നല്ല ക്ലീനപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ കെട്ടിക്കിടക്കാനുള്ള എല്ലാ രീതിയിലും, ഓയിലായാലും ഡെഡ് സ്കിൻ ആയാലും ഇവിടെ പോഴ്സിൽ ക്ലോഗ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആണ്. കൂടുതലായിട്ട് നമുക്കിപ്പോൾ പിമ്പിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മാറി മാറി യൂസ് ചെയ്യും. ഓരോ കെമിക്കൽ പ്രൊഡക്റ്റ് ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും അത് നമ്മൾ ഈ പോഴ്സിനെ വല്ലാതെ ഡാമേജ് ആക്കും. അപ്പൊ നമ്മൾ ഈ സ്കിന്നിലുള്ള പോഴ്സ് ഡാമേജ് ആകുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് ആക്നെയുടെ പ്രശ്നം, മുഖക്കുരുയുടെ പ്രശ്നം കൂടുതലായിട്ട് വരുന്നത്. പിന്നെ കെമിക്കൽ യൂസേജ് കൂടുതൽ വരുന്നതോറും സ്കിന്ന് ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം നല്ലതാണ്, അതുപോലെ ഇത് ഉപയോഗിക്കേണ്ട രീതി, ഇതെങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കണം, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര നേരം അത് വെക്കണം, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ബാലൻസ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സ്കിന്നിനെ അത് ബാധിക്കാൻ തുടങ്ങും. പ്രത്യേകിച്ച് നമ്മളെ മുഖത്തെ ബാധിക്കുമ്പോഴാണല്ലോ നമ്മൾ കൂടുതലായിട്ടും വറീഡ് ആവുന്നത്. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് കൃത്യമായി നമ്മൾ പരിശോധിച്ച് അതിനുശേഷം വേണം നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളെ ഇന്റേണൽ ആയിട്ടുള്ള ആരോഗ്യമാണ്. അതായത് ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മളെ സ്കിൻ എന്ന് പറയുന്നത് ശരീരത്തിലെ ഏറ്റവും വലിയതായിട്ടുള്ള ഒരു ഓർഗനാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ വയറ് എപ്പോഴും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഡൈജഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്നിനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. അതായത് പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ദഹനക്കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ, കോൺസ്റ്റിപ്പേഷന്റെ ഇഷ്യൂസ് ഉള്ളവർക്ക് എപ്പോഴും പിമ്പിൾസിന്റെ പ്രോബ്ലംസ് കൂടുതലായിട്ടും, അല്ലെങ്കിൽ മുഖക്കുരുയുടെ പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാകും. അത് മുഖത്ത് തന്നെ ഉണ്ടാവണമെന്നില്ല, ബോഡിയിൽ ഒട്ടാകെ നമുക്ക് പിമ്പിൾസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷന്റെ പ്രോബ്ലം, അല്ലെങ്കിൽ നിങ്ങൾ ദഹനത്തിന്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം ക്ലിയർ ചെയ്യുക. ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യം നിലനിർത്തുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കിന്നിന്റെ ഹെൽത്ത് നമുക്ക് നിലനിർത്തി പിമ്പിൾസിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മുഖക്കുരു എന്ന് പറയുന്നത് താരൻ കൊണ്ടുണ്ടാവുന്ന മുഖക്കുരു ആണ്. അപ്പൊ നമുക്ക് മുഖക്കുരു ഇവിടെ നെറ്റിയിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തലയിൽ താരനുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യുക. കാരണം ഈ ഒരു ഫംഗസ് നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, മുഖക്കുരു നമ്മളെ മുഖത്ത് നന്നായിട്ട് വിസിബിൾ ആയിട്ട് കാണുന്നത്. നമുക്ക് അതുപോലെ ഷോൾഡറിലും അപ്പർ ബാക്കിലും ഒക്കെ പിന്നെ പിമ്പിൾസ് വരാനുള്ള സാധ്യതയുണ്ട്. ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് മുഖത്ത് ഈ ഒരു റീജിയണിലായിട്ട് കൂടുതലായിട്ട് നമുക്ക് പിമ്പിൾസ് താരനുണ്ടെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഹൈജീൻ നമ്മൾ നിലനിർത്തുക. നമ്മുടെ സ്കാൽപ്പിന്റെ ഹൈജീൻ, നമ്മളെ ഹെയർ വാഷ് ഡെയിലി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് താരൻ കൊണ്ടുണ്ടാവുന്ന ഈ ഒരു മുഖക്കുരുവിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്വാഭാവികമായിട്ടും ടെൻഷൻ കൂടുന്നു, നമ്മുടെ ബോഡിയിൽ ഹോർമോണലി വല്ലാതെ ഇംബാലൻസ് ഉണ്ടാകും. ഹോർമോണൽ ഇംബാലൻസ് ഫുൾ ശരീരത്തിന്റെ സിസ്റ്റത്തിനെയും ബാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സെയിം ടൈം നമ്മളെ സ്കിന്നിനെയും ബാധിക്കും. അത് കാരണം നമ്മൾക്ക് പിമ്പിൾസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ വളരെ കോമൺ ആയിട്ട് സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഈ പിമ്പിൾസ് എന്ന് പറയുന്നത്
ഹോർമോണലി ഉണ്ടാവുന്ന പ്രോബ്ലം കൊണ്ടാണ്. അതായത് മെൻസസിന് മുന്നേ ഉണ്ടാവുന്ന ഒരു 5 days മുന്നെയോ അല്ലെങ്കിൽ മെൻസസ് ഡ്യൂറിങ് മെൻസസ് ടൈമിലോ നമുക്ക് ഉണ്ടാവുന്ന ഈ മെൻസ്ട്രേഷൻ ഹോർമോണൽ ഇംബാലൻസ് കാരണം നമുക്ക് ഈ മുഖക്കുരു വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മുഖക്കുരു വരാനുള്ള കുറച്ച് റീസൺ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ മുഖക്കുരു വന്ന് പുറമേയുള്ള ആപ്ലിക്കേഷന്റെ കൂടെ തന്നെ ഇത് വരാനുള്ള ഒരു കാരണത്തിന്, ഇതിന്റെ റൂട്ട് കോസിനെ നമ്മൾ കണ്ടുപിടിച്ച് അത് വെച്ച് നമ്മൾ കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴാണ് മുഖക്കുരുവിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു റിക്കവറി ഉണ്ടാവുന്നത്. അപ്പോൾ ഈ മുഖക്കുരു വന്നവർക്ക് നാച്ചുറലി ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസ് നമുക്ക് നോക്കാം. അതിൽ നമുക്ക് വളരെ കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അലോവര. എല്ലാവർക്കും അറിയാം, ചിലർ വീട്ടിൽ അലോവരയുടെ ചെടി ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ജെല്ല് നമുക്ക് ഈ പിമ്പിൾസ് ഉള്ള ഭാഗത്തിന് വളരെ എഫക്റ്റീവ് ആണ്. കാരണം ഇതിന്റെ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി, അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞു ആക്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ആ ഒരു വീക്കം കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. പിന്നെ ഇത് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ ഈ ബാക്ടീരിയ ഇവിടുന്ന് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അലോവേരയുടെ ജെല്ല് വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് അലോവേരയുടെ ജെല്ലിന്റെ ചെറിയ പീസ് നമുക്കൊരു 5-10 മിനിറ്റ് റബ് ചെയ്ത് നമുക്ക് അതിന് ശേഷം അത് വാഷ് ചെയ്ത് കളയുന്നത് വളരെ നല്ലതാണ്. അതല്ലാതെ തന്നെ അലോവേരയുടെ ജെല്ലിന്റെ കൂടെ കുറച്ച് ടേർമറിക്കും അതല്ലെങ്കിൽ ഗ്രീൻ ടീയോ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പിമ്പിൾസ് ഉള്ള ഭാഗത്ത് ഒരു 10-15 മിനിറ്റ് നമുക്ക് മസാജ് ചെയ്ത് അവിടെ കീപ്പ് ചെയ്യാം. ഒരു 15 മിനിറ്റ് അത് വെച്ചതിന് ശേഷം ഒരു ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുന്നത് നമുക്ക് ഈ ഒരു മുഖത്തുണ്ടാവുന്ന കുരു കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് തേന്. ഈ തേനിനൊരു നമ്മുടെ സ്കിന്നിന്റെ മോയ്സ്ചറൈസർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ നമുക്ക് ഈ പിമ്പിൾസ് ഉള്ള ഭാഗത്ത് നമുക്ക് ഈ തേന് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് ഹോൾഡ് ചെയ്തിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാം. സ്ഥിരം രാവിലെയും വൈകുന്നേരം ചെയ്യുന്നത് ഇത് പിമ്പിൾസ് പതുക്കനെ ഒന്ന് അമർന്ന് അതിന്റെ വീക്കവും അതിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഒക്കെ കുറഞ്ഞ് പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. പിന്നെ നമുക്കൊരു പാക്ക് പോലെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, കുറച്ച് മുൾട്ടാണി മിട്ടിയുടെ പൗഡർ എടുക്കുക, അതിലേക്ക് കുറച്ച് തേൻ ഒഴിക്കുക, പിന്നെ ചന്ദനപ്പൊടി അതിൽ മിക്സ് ചെയ്യുക, കുറച്ച് ചെറുനാരങ്ങ നീരും പിഴിഞ്ഞ് കുറച്ച് നമ്മൾ മിൽക്ക് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഒരു പാക്ക് പോലെ ഫേസ് പാക്ക് ആയിട്ട് നമുക്ക് ഒരു 15 മിനിറ്റോളം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് അതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നമ്മൾ വാഷ് ചെയ്ത് കളയാം. ഇത് നമുക്ക് വീക്ക്ലി ഒരു 2 ടൈംസ് എങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു പാക്കും അതുപോലെ ബാക്കിയുള്ള നമ്മൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ മുഖക്കുരു വരാനുള്ള കുറച്ച് കാരണങ്ങളും ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയഗ്നോസോട് കൂടി നമ്മൾ ഈ മുഖക്കുരു നമ്മൾ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുഖക്കുരു മാറ്റാൻ വേണ്ടി സാധിക്കും. പക്ഷെ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഡയറ്റ് ആണ്. നന്നായിട്ട് ന്യൂട്രീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് നല്ലൊരു സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അത് കാരണം കൊണ്ട് തന്നെ പല വിധത്തിലുള്ള ഈ സ്കിന്നിൽ ഉണ്ടാവുന്ന പല അലർജീസും പല ഇതുപോലെ ഉണ്ടാവുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും എല്ലാം നമുക്കൊരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനും പറ്റുന്നതാണ്. അപ്പൊ ഇതുപോലെ ഒരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.